എന്താണ് ആന്റി ഓക്സിഡന്റ്? വാട്ട് ഈസ് ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞെങ്കിൽ നിരോക്സീകാരികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഓക്സീകാരികൾ എന്താണെന്ന് നമ്മൾ പഠിക്കണം. അപ്പോഴാണ് നിരോക്സീകാരികൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിട്ട് കാര്യമുള്ളൂ. ഓക്സീകരണം മൂലം സംഭവിക്കുന്ന ഡാമേജുകൾ, ഓക്സീകരണം എല്ലാത്തിനെയും ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നിരന്തരമായിട്ടുള്ള ഓക്സിജൻ സമ്പർക്കം ഡാമേജ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിനകത്തും ഓക്സിജൻ വന്നുകൊണ്ടിരിക്കുന്നു, ആ ഓക്സിജനും ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഓക്സീകരണം കൊണ്ട് സെല്ലുകൾക്ക് ഡാമേജുകൾ സംഭവിക്കുന്നു. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ സെല്ലുകളിലെ ഉള്ള ഇലക്ട്രോണുകൾ എന്ന് പറയുന്ന ഘടകങ്ങളുണ്ട്. ഇലക്ട്രോണുകൾ പേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. പേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ രണ്ടെണ്ണം വെച്ചിട്ടായിരിക്കും അതിന്റെ ഘടന എന്ന് പറയുന്നത്. ഇലക്ട്രോണുകളുടെ ഘടന എന്ന് പറയുന്നത് പെയർ ആയിട്ടാണ്, ജോഡികളായിട്ടായിരിക്കും. ഓക്സിഡേഷൻ മൂലം, അതായത് ഓക്സീകരണം കൊണ്ട് ഈ ഇലക്ട്രോണുകൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കും. അതായത് അതിൽ നിന്ന് ഒരു പെയറിലുള്ള ഒരു ഇലക്ട്രോൺ മാറിപ്പോകുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ സെല്ലുകൾക്ക് അതിന്റെ ധർമ്മം നിർവഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ സെല്ലുകളെ ഒരു ഫ്രീ റാഡിക്കൽ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു, ഒരു ഫ്രീ റാഡിക്കൽ ആയിട്ട് മാറും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഓരോ സെല്ലുകളും ചെയ്യേണ്ട ധർമ്മം ചെയ്യാൻ കഴിയാതെ, കാരണം അതിന്റെ ഇലക്ട്രോൺ അവിടെ നഷ്ടപ്പെട്ടു. അപ്പൊ ആ ധർമ്മം ചെയ്യാൻ കഴിയാതെ ആ സെല്ലുകള് അത് നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഫ്രീ റാഡിക്കൽ അറ്റാക്ക് അതിന് വിധേയമാകുന്നു. ആ ഫ്രീ റാഡിക്കൽ അറ്റാക്ക് സെല്ലുകളുടെ ഘടനാപരമായിട്ടുള്ള വ്യതിയാനങ്ങൾക്ക് അത് വഴിവെക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ ഓക്സിഡേഷൻ മൂലം ഇത് സംഭവിക്കുമ്പോൾ, ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആന്റി ഓക്സിഡന്റുകൾ നമ്മൾ കഴിക്കുമ്പോൾ, ഇപ്പൊ ഫ്രൂട്ട്സിലൊക്കെ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ ഉണ്ട്. ആന്റി ഓക്സിഡന്റുകൾ നമ്മൾ കഴിക്കുമ്പോൾ, നിരോക്സീകാരികളായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ, ഈ നഷ്ടപ്പെടുന്ന ഇലക്ട്രോണുകൾക്ക് ഒരു പെയർ കൊടുക്കാൻ, അതിന് ആ നഷ്ടപ്പെട്ട ഇലക്ട്രോൺ തിരിച്ചു കൊടുക്കാൻ കഴിവുള്ള ഘടകങ്ങളെയാണ് ആന്റി ഓക്സിഡന്റുകൾ അഥവാ നിരോക്സീകാരികൾ എന്ന് പറയുന്നത്. അപ്പോ ആന്റി ഓക്സിഡന്റ് സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ഈ ഓക്സീകരണ നിമിത്തം ഉണ്ടാകുന്ന സെൽ ഡാമേജ് കുറയ്ക്കാനും, ഇലക്ട്രോണുകളുടെ നഷ്ടം മൂലമുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽ അറ്റാക്ക്, സെൽ ഡാമേജ്, ഘടനാപരമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഇല്ലാതാക്കാനും സെല്ലുകൾ അതിന്റെ യഥാർത്ഥത്തിൽ ധർമ്മത്തിൽ പ്രവർത്തിക്കാനും തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ആന്റി ഓക്സിഡന്റുകൾ സ്ഥിരമായിട്ട് നമ്മൾ ഓരോ വ്യക്തികളും ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഈ സെൽ ഡാമേജ് കുറയ്ക്കാൻ കഴിയുന്നു. ഫ്രീ റാഡിക്കൽ അറ്റാക്കിന്റെ ഫലമായിട്ടാണ് ക്യാൻസർ ഒക്കെ കൂടുതൽ വളരുന്നത്. സെൽ ഡാമേജും സെല്ലുകളുടെ ഘടനാപരമായിട്ടുള്ള വ്യതിയാനങ്ങളും ഒക്കെ തന്നെ. ഇപ്പൊ ആന്റി ഓക്സിഡന്റുകൾ നമ്മൾ കഴിക്കുമ്പോൾ, പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ നമ്മൾ കഴിക്കുമ്പോൾ ഈ സെൽ ഡാമേജ് കുറയ്ക്കുന്നു, സെല്ലുകൾ അതിന്റെ യഥാർത്ഥത്തിലുള്ള ഫങ്ഷൻ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ അത് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ഏജിങ് എന്ന് പറയുന്ന പ്രോസസ്സിങ്ങിനെ അത് കൺട്രോൾ ചെയ്യുന്നു, കൊളസ്ട്രോൾ ലെവല് നോർമലാക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഏതറോസ്ക്ലറോസിസ്, രക്തക്കുഴലുകൾ അടിഞ്ഞുകൂടുന്ന പ്ലക്കുകൾ അത് ഒഴിവാക്കാനും രക്തക്കുഴലുകളുടെ സങ്കോച വികാസ സംവിധാനങ്ങൾ പെർഫെക്റ്റ് ആക്കാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസിനെ, സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. അൾഷിമേഴ്സ് ഡിസീസുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഗുണം ചെയ്യുന്നു. അതുപോലെ തന്നെ ട്യൂമറുകള്, മുഴകള്, ക്യാൻസർ ഇത് വരാതിരിക്കാൻ വേണ്ടി ഗുണം ചെയ്യുന്നു. അതുപോലെ തന്നെ സിഗരറ്റ് സ്മോക്ക് മൂലം ഉണ്ടാകുന്ന ഡാമേജുകൾ കുറയ്ക്കാൻ, ഇങ്ങനെയുള്ള കുറെ ഗുണങ്ങൾ ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ മോർ പവർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, ഇത് നാനോ ടെക്നോളജിയും ബയോടെക്നോളജിയും ഫൈറ്റോ സയൻസും ഉപയോഗപ്പെടുത്തി, അതായത് ഇന്ന് സയൻസിന്റെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജികളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇതിന്റെ നിർമ്മാണം എന്ന് പറയുന്നത്.